ഒറ്റക്കെട്ടായി പറയുന്നു. മണ്ടൻ പണികൾ നിർത്തിക്കോ. മാർ ബോസ്കോ പുത്തൂർ അന്യായമായി ശിക്ഷാ നടപടികളെടുത്ത 4 വൈദികരിൽ ഒരാളായ തൃപ്പൂണിത്തറ സെന്റ് മേരീസ് ഫൊറോനപ്പള്ളി വികാരിക്ക് സപ്പോർട്ടുമായി ഇടവക ജനങ്ങൾ, ഫൊറോന ജനങ്ങൾ ഒത്തുകൂടി. ഫൊറോനയുടെ കീഴിലുള്ള എല്ലാ ഇടവകയിലെയും അൽമായ പ്രതിനിധികളും വൈദികരും പങ്കെടുക്കുന്ന പ്രതിഷേധ സംഗമത്തിലെ കാര്യപരിപാടികൾ. അതെ, ഞങ്ങൾ ഈ ഇടവക്കാരാണ്, തൃപ്പൂണിത്തറ ഇടവക്കാരാ. ഞങ്ങളുടെ അച്ഛൻ ഇവിടെ ചാർജ് എടുക്കുന്നതിന് മുന്നേ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഒത്തിരി നടക്കാതിരുന്ന കാര്യങ്ങളും കുടുംബ യൂണിറ്റ് എങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഫൊറോന നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഫൊറോന ഈ ഒരു കാരണം കൊണ്ട് വളരെ താഴേക്ക് വരേണ്ട ഒരു അവസ്ഥയിലായിരുന്നു. പക്ഷെ ജോഷി അച്ഛൻ വന്നേ പിന്നെ എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ സപ്പോർട്ടും അച്ഛന്റെ സപ്പോർട്ടും. അച്ഛൻ ആദ്യം വന്ന ഉടനെ പറഞ്ഞത്, ഞാൻ അതിരൂപതയിലെ പ്രശ്നങ്ങൾ തീർക്കാൻ വന്നതല്ല, ഞാൻ തൃപ്പൂണിത്തറ ഇടവക ഭരിക്കാനല്ല വാക്കല്ല ഉപയോഗിച്ചത്, ആ ഇടവകേന പ്രശ്നങ്ങൾ നമുക്ക് ഒന്നായി പോകാൻ വേണ്ടി മാത്രം ഞാൻ വന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നോട് സഹകരിക്കുന്ന പോലെ തന്നെ ഞാനും നിങ്ങളോട് സഹകരിക്കും, നമുക്ക് ഒന്നിച്ച് നീങ്ങാം, ഒരുപോലെ പ്രവർത്തിക്കാം, ഒരു കാര്യത്തിനും നമ്മൾക്ക് തടസ്സം നിൽക്കാതെ എങ്ങനെയാണോ വേണ്ടത് നല്ല രീതിയിൽ നമുക്ക് ഒരുമിച്ച് പോകാമെന്നാണ് അച്ഛൻ ആദ്യമായി വന്ന് പറഞ്ഞത്. പക്ഷെ ഇന്നലത്തെ ഈ ഒരു ഇത് എല്ലാവരും, ഈ ഒരു അച്ഛൻ്റെ ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ടായിരുന്നു, അത് കേൾക്കാതെ തന്നെ ഞങ്ങൾ ഇടവക ജനങ്ങൾ എല്ലാവരും ഒരുപോലെ അച്ഛൻ്റെ ഒപ്പം നിൽക്കാനായിട്ട് തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് ഇവിടെ കണ്ടത്. ഇത്രയൊന്നും എല്ലാ ആൾക്കാർ വരേണ്ടത്, ഇതിൽ കൂടുതൽ ആൾക്കാർ വരേണ്ടതാണ്. തീർച്ചയായിട്ടും ജോഷിയത്തിന് ഇറങ്ങിയതോടെ ഇവിടെ ഭയങ്കരം എങ്ങനെ ഞങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരണം. ഇന്നലെ അത്യാവശ്യത്തോട് ഞാനും പാരിഷ് കൗൺസിൽ മെമ്പറാണ്. അപ്പം പാരിഷ് കൗൺസിൽ കൂടിയപ്പം പറഞ്ഞത്, നമുക്ക് വേറെ നാളെ ഒത്തിരി ബൈസെന്റനറി, അതെ ബൈസെന്റനറി ഇയർ ആണ് ഞങ്ങൾക്കിത്. അപ്പൊ അതിന്റെ പ്രോഗ്രാംസ് ഒക്കെ ഇവർ ഓരോ കാര്യങ്ങളും മുടക്കി. പക്ഷെ ജോഷിയച്ഛൻ ഒരു പരിശുദ്ധാത്മാവിന്റെ കൃപയെന്ന് പറയാം, അതുപോലെ അച്ഛൻ അതെല്ലാം ഉയർത്തിക്കൊണ്ടുവന്ന സമയത്താണ് ഞങ്ങൾക്ക് ഞായറാഴ്ച ഇതിന്റെ ഒരു റാലി നടക്കുന്നുണ്ട്. വളരെ നല്ലൊരു പ്രോഗ്രാമാണ് അച്ഛൻ പ്ലാൻ ചെയ്തത്. പക്ഷെ അത് ഞങ്ങൾ വളരെ വിഷമത്തോടെയാണ് ഇന്നലെ ഈ ഒരു മെസ്സേജ് തന്നെയാണ് തൊട്ട് മുന്നേ എല്ലാം വേണ്ടെന്ന് വെച്ചു, കരോൾ ഉൾപ്പെടെ. പക്ഷെ ഇങ്ങനൊരു മെസ്സേജ് കേട്ടപ്പം ഞങ്ങൾ എല്ലാവരും പറഞ്ഞ്, നമുക്ക് ഇതെല്ലാം അച്ഛനെ തിരിച്ചു കൊണ്ടുവന്നതോടെ എല്ലാ കാര്യങ്ങളും ഭംഗിയാണ്. ബൈസെന്റനറി ഇയറും വരാനിരിക്കുന്ന ഫെബ്രുവരിയിലെ തിരുനാളും എല്ലാം അച്ഛന്റെ ഒപ്പം കൂടെ നിന്ന് 5 വർഷം ഞങ്ങൾ അച്ഛനെ വിടണ്ടെന്ന് തന്നെ തീരുമാനം ഇടവക്കാരുടെ. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അതാണ് ആവശ്യം, ഞങ്ങൾക്ക് അത് തന്നെ വേണ്ടത്. 5 വർഷം, 3 വർഷം കഴിഞ്ഞൊരു വികാരം മാറ്റും, എങ്കിലും ജോഷി അച്ഛനെ ഞങ്ങൾ 5 വർഷം തന്നെ, അതാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. ചുരുങ്ങിയ സമയം കൊണ്ട് ചോദിക്കുന്ന ആളുകൾ കൊണ്ട് നിങ്ങളുടെ മനസ്സിലിടം പിടിച്ച്, അതാണ് അച്ഛൻ വളരെ വെറും 12 മണിക്കൂർ കൊണ്ട് സംഘടിപ്പിച്ച ഈ പ്രതിഷേധ യോഗത്തിൽ പങ്കെടുത്ത ജനക്കൂട്ടത്തെ കണ്ട് സംഘാടകർ തന്നെ ഞെട്ടിപ്പോയി എന്ന് പറയാം. വൈദികരും ആത്മായ മുന്നേറ്റ പ്രതിനിധികളും ദീപം കൊളുത്തി ഈ പ്രതിഷേധ യോഗം ഒഫീഷ്യലായിട്ട് ഇനാഗുറേറ്റ് ചെയ്യുകയാണ്. ആ രംഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സംഗമത്തിലെ സ്ത്രീജന പങ്കാളിത്തം പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. അതെ അതെ, ഈ ഇടവക തന്നെയാണ് ഞങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു അച്ഛൻ ഞങ്ങൾക്ക് കിട്ടി. ആ അച്ഛൻ ഇവിടുന്ന് പോവാനായിട്ട് ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇടവക ഉറങ്ങി കിടക്കുന്ന പോലെയായിരുന്നു നേരത്തെ. ഇന്നിപ്പോ ഈ അച്ഛൻ വന്നപ്പോ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ഇത് വെച്ച് അച്ഛൻ ഞങ്ങൾക്ക് കിട്ടിയതാണ്. ആ അച്ഛനെ ഞങ്ങൾ ഒരിക്കലും ഞങ്ങൾ കളയാൻ സമ്മതിക്കില്ല. അപ്പൊ അതുകൊണ്ടിട്ട് ഇതിനു വേണ്ടി എവിടം വരെ പോകണമെങ്കിലും ഞങ്ങൾ പോകാൻ തയ്യാറാണ്. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നമ്മുടെ ഈ തൃപ്പൂണിത്തറ ഫൊറോന കേന്ദ്ര കമ്മിറ്റി വൈസ് ചെയർമാൻ ശ്രീ മാത്യൂസ് പോൾ തത്തനാട്ട്, ചമ്പക്കര പള്ളി വികാരിയും അൽമായ മുന്നേറ്റം സെക്രട്ടറിയുമായ റവറൻ ഫാദർ ബിജു പെരുമായനച്ച, മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങളിൽ, ഈ ഫൊറോനയുടെ കീഴിലുള്ള മറ്റ് ഇടവകകളിൽ നിന്ന് വന്നിട്ടുള്ള ഇടവക ജനങ്ങളെ വിശ്വാസികളെ,
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വമ്പിച്ച സ്ത്രീജന സാന്നിധ്യമായിരുന്നു ഈ സംഗമത്തിലുണ്ടായിരുന്നത്. ഞാൻ പറയും ഏകദേശം 40% തന്നെയെങ്കിലും, അല്ലെങ്കിൽ ഒരു 35% തന്നെയെങ്കിലും സ്ത്രീകളായിരുന്നു. അവരുടെ നിലപാടിൽ അവർ വളരെ ഉറച്ചു വിശ്വസിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളാണ് അവർ നടത്തിയത്. ഈ ജോഷി അച്ഛനെ അവർ വളരെ അധികം റെസ്പെക്റ്റ് ചെയ്യുന്നു, സ്നേഹിക്കുന്നു. വെറും 3 മാസം കൊണ്ട് ഉണർവ് നൽകി. ഈ കുറഞ്ഞ ഒരു 3 മാസത്തെ കാലയളവിൽ ഒരു ഉണർവാണ് ഞങ്ങളുടെ ഒരു ജനങ്ങളിലേക്കുമായ എനർജി അച്ഛന്റെ. ഈ പ്രശ്നങ്ങൾക്കിടയിൽ തളർന്നിരുന്നേച്ച ഈ ഇടവകയെ ഉണർത്താനായിട്ട് അച്ഛന് സാധിച്ചു. അപ്പൊ അതുകൊണ്ട് ഒരു തരത്തിലും ഞങ്ങൾക്ക് അച്ഛനെ ഈ ഇടവകയിൽ നിന്ന് മാറ്റാനായിട്ടില്ല. ഇതിന് അച്ഛനെതിരെ എന്ത് വന്നെന്ന് വെച്ചാലും ഞങ്ങൾ ശക്തമായി അച്ഛന്റെ പുറകിൽ ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് ഇനി എവിടെ ഏതറ്റം വരെ പോണമെന്ന് വെച്ചാലും ഞങ്ങൾ ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. സെക്രട്ടറിയുമായിട്ടുള്ള ശ്രീ പി ജെറാർഡ്, അദ്ദേഹത്തെ ഞാൻ ഒരു വൈദികനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രശ്ന നിറഞ്ഞ ഒരു നിമിഷത്തിലാണ് നമ്മുടെ ജോഷിച്ചൻ കടന്നു പോകുന്നത്. സഭാസ്നേഹികൾ പങ്കെടുക്കരുതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സഭാസ്നേഹി എന്നുള്ള ചോദ്യമാണ് എന്റെ മുന്നിൽ. 6 കോടി രൂപ ഈ അഴിമതിക്ക് മറ്റൊരാളാണ് ഒരു സഭാസ്നേഹി. ഒരു പാവപ്പെട്ട ഇടവക ജനത്തിന്റെ മരണത്തിന് ശേഷം ഒരു പാവപ്പെട്ടവന്റെ കയ്യിൽ നിന്ന് ബില്ലില്ലാതെ ശവസംസ്കാരത്തിന് 4700 രൂപ എഴുതി വാങ്ങിയ മറ്റൊരു സഭാസ്നേഹി കൂട്ടത്തിലുണ്ട്. മാമോദീസയ്ക്കും വിവാഹത്തിനും ഞങ്ങൾ അച്ഛന്മാർ ആരും അഡീഷണൽ പൈസ വാങ്ങിക്കാറില്ല. വല്ലവരും ധാരാളമായിട്ട് സന്തോഷത്തിന് നൽകിയാൽ ചിലപ്പോൾ സ്വീകരിച്ചേക്കും. പക്ഷെ അങ്ങനെയല്ല, നിർബന്ധമായിട്ട് പൈസ മേടിക്കുകയും ഇരട്ട കുട്ടികളുടെ മാമോദീസ വന്നപ്പോൾ അവർ വിചാരിച്ചു കുട്ടികൾ ഇരട്ടയാണല്ലോ, ഒരു മാമോദീസയല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഒരു കവർ കൊടുത്താൽ മതി. അച്ഛൻ പറഞ്ഞു ഇല്ല, 2 കുട്ടികളുണ്ട്, 2 കവർ തരണം എന്ന് പറഞ്ഞ മറ്റൊരു സഭാസ്നേഹി. ഇതുപോലെയുള്ള സഭാസ്നേഹികളെ കൊണ്ടാണ് നിറഞ്ഞിരിക്കുന്നത്. ഈ സഭാസ്നേഹികളാണ്, ഈ സഭാസ്നേഹികളുടെ കൂടെ കൂടിയവരാണ് സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയിൽ അൾത്താര തല്ലിപ്പൊളിച്ചത്. ഈ സഭാസ്നേഹികളാണ്. അപ്പൊ ആരെയാണ് ഈ സഭാസ്നേഹി? അങ്ങനെയുള്ള സഭാസ്നേഹികളൊന്നും ഈ സംഗമത്തിൽ പങ്കെടുക്കരുതെന്നാണ് നമ്മുടെ തീട്ടൂരത്തിൽ പറഞ്ഞത്. എനിക്ക് സന്തോഷം. കാരണം ഈ സഭാസ്നേഹിക്കുള്ള നിർവചനം അന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ ഭയങ്കരമാണ്, ഭീകരമാണ്. പ്രിയമുള്ളവര്, നമ്മൾ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം ഇത് ക്രിസ്തു വിഭാവനം ചെയ്ത സഭാസ്നേഹികളുടേതാണ്. ക്രിസ്തുവാണ് ആദ്യത്തെ നിയമഭക്ഷകൻ. അന്നത്തെ പുരോഹിതരും അന്നത്തെ ഫരിസയരും അന്നത്തെ ലേവിയരും എല്ലാം കൃത്യമായിട്ട് പറഞ്ഞു, കൃത്യമായ നിയമങ്ങൾ ഉണ്ടായിരുന്നു, കൃത്യമായിട്ടുള്ള പഴയ നിയമത്തിലെ കൽപ്പനകൾ ഉണ്ടായിരുന്നു. ഈ കൽപ്പനകൾ പാലിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു അധികാര വർഗം ഉണ്ടായിരുന്നു. ഈ അധികാര വർഗത്തിന്റെ നിയമങ്ങളെയും തീട്ടൂരങ്ങളെയും ലംഘിച്ച് സാപത്തിൽ രോഗശാന്തി നൽകിയ ഒരു നിയമലംഘകനാണ് ഞാൻ വിശ്വസിക്കുന്ന ക്രിസ്തു. ആ ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന സഭാസ്നേഹികളാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. അതുകൊണ്ട് അഭിമാനമാണ്. നാളെ ഇതിനെതിരെ എന്തെങ്കിലും തീട്ടൂര ഇറങ്ങുമായിരിക്കും. ഇവിടെ സ്റ്റേജിൽ ഞങ്ങൾ അച്ഛന്മാരെല്ലാവരും സ്റ്റേജിൽ കയറിയിരിക്കുക. ഒരു ജോഷി വേലപ്പറമ്പിൽ അച്ഛനെടുക്കുന്ന അച്ഛനെതിരെ വരുന്ന ഒരു നിയമം നിയമലംഘനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനെ സസ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഈ അതിരൂപതയിലെ 350-400 വൈദികരെ ഒന്നടങ്കം സസ്പെൻഡ് ചെയ്യേണ്ടി വരുന്ന ഒരു ദുരവസ്ഥയിലേക്ക് ഈ അതിരൂപതയിലെ അധികാരികൾ പോകും എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാനാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇത് ധൈര്യത്തോടുകൂടി പറയാ. കാരണം ഈ കഴിഞ്ഞ 7 വർഷമായിട്ട് ഞങ്ങൾ അനുഭവിക്കുന്ന യാതനകൾ എന്താണ്? ഇവിടെ സഭയെ സ്നേഹിക്കുന്നവരാണ് ഈ അച്ഛന്മാർ. സത്യത്തിനും നീതിക്കും വേണ്ടി നിലപാടെടുക്കുന്നവരാണ് ഈ അച്ഛന്മാർ. ഇപ്പോൾ പറയുന്നു ഞങ്ങൾ സഭാവിരുദ്ധരാണ്. എന്താ കാരണം? അവരുടെ അഴിമതിക്ക് ഞങ്ങൾ കൂട്ടുനിന്നില്ല. ഞങ്ങൾ ചോദ്യം ചെയ്തു. ഞങ്ങളുടെ അതിരൂപതയിൽ നടന്ന അസത്യമായ അനീതിപരമായിട്ടുള്ള പല നടപടികളെയും ഞങ്ങൾ ചോദ്യം ചെയ്തു. അതാണ് ഇപ്പോൾ ഞങ്ങൾ പ്രശ്നം ചോദ്യം ചെയ്യാൻ പാടില്ല. ഇതാണ് ഇപ്പോൾ സാഹിത്യ ഭാഷയിൽ പറഞ്ഞാൽ ഈ സത്യാനന്തര കാലം എന്ന് പറയുന്നത് പോസ്റ്റ് ട്രൂത്ത് ഏരിയ. അപ്പോൾ ഈ സത്യാനന്തര കാലത്ത് സത്യം എന്താണ്? അവനവൻ നിശ്ചയിക്കുന്നതാണ് സത്യം.
ഇപ്പോൾ അധികം അതുകൊണ്ട് തന്നെ കാലങ്ങളൊക്കെ ലംഘിക്കുന്നത് എന്ത് കാലങ്ങളോ? സഭയുടെ നിയമം എന്താണ്? സഭയുടെ നിയമം മഞ്ഞപ്പുറ പള്ളിയിൽ ഒരു കൊച്ചനെ സസ്പെൻഡ് ചെയ്തു. ഈ കാലം നിയമം അനുസരിച്ച് ഒരു സസ്പെൻഷൻ ഒരു അധികാരി പുറപ്പെടുവിക്കുന്നതിനേക്കാൾ മുൻപ് ആ അച്ഛനെ കേൾക്കണം എന്ന് കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് അച്ഛനൊന്നും കേൾക്കണ്ട. പക്ഷെ ഇപ്പോൾ നോക്കുക, ഇന്നലെ ആ സസ്പെൻഷൻ ഈ അപ്പസ്തോലിക അഡ്മിനിസ്ട്രേറ്റർ മോസ്കോ പുത്തൂരിന് പിൻവലിക്കേണ്ടതായി വന്നു. കാരണം ആ കൊച്ചൻ സോറി ചോദിക്കാനല്ല പോയത്, താനല്ലോ ഇങ്ങനൊരു വകുപ്പുണ്ട് എന്ന് ഈ മെത്രാനെ എഴുതി അറിയിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട തോമസ് വാണിക്കാരനെതിരെയും നമ്മൾക്കൊക്കെ എതിരെ ഇഷ്ടം പോലെ വരാനിരിക്കുന്നു. ഈ വരാനിരിക്കുന്ന ദിവസം കൊണ്ട് 24 മണിക്കൂർ കൊണ്ട് അറേഞ്ച് ചെയ്തൊരു പരിപാടിയാണ്. 24 മണിക്കൂറൊന്നുമല്ല, 12 മണിക്കൂർ. ഇന്നലെ രാത്രിയാണ് തീരുമാനിക്കുന്നത്. ഇന്നലെ രാത്രി എനിക്ക് വേണം 7:30 മണിക്കോ 8 മണിക്കോ കൂടിയ പാരിഷ് കൗൺസിലാണ് ഇങ്ങനെ ഒരു പ്രതിഷേധ സംഗമം നടത്താൻ തീരുമാനിക്കണം. ആ പാരിഷ് കൗൺസിലിന്റെ തീരുമാനത്തിനനുസരിച്ചാണ് ഇന്ന് ഈ മനുഷ്യർ മുഴുവനും വന്നതെന്ന് ഓർക്കണം. മനസ്സിലായോ? ഇതൊരു നിസ്സാര കാര്യമല്ല. ഒന്ന്, ഒരു വൈദികനെതിരെ കുർബാന ചൊല്ലുന്നത് അടക്കമുള്ള വിലക്ക് ഒരു ബിഷപ്പ് പുറപ്പെടുവിക്കുന്നു. ആ വൈദികനോടൊപ്പം നിന്ന് കുർബാന ചെല്ലാൻ അനേകം പേർ തയ്യാറാകുന്നു, അനേകം വൈദികർ തയ്യാറാകുന്നു. അത് കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട്. ഇവിടെയുള്ള 350 അച്ഛന്മാരെ സസ്പെൻഡ് ചെയ്താലും ഈ അതിരൂപത ഇതേപോലെ നിലനിൽക്കും എന്നുള്ളത്. ഇതേപോലെ അങ്ങനെയാണെങ്കിൽ സഭയുടെ നിയമം അനുസരിച്ച് മാർപ്പാപ്പ അംഗീകരിച്ച ടെക്സ്റ്റിൽ മാറ്റം വരുത്തിയാൽ വീണ്ടും അംഗീകാരത്തിന് വിടണമെന്നാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ പെരുമ്പാവൂർ മുനിസിപ്പൽ കോടതി അത് ചോദ്യം ചെയ്ത് ഒറിജിനൽ ടെക്സ്റ്റ് ഹാജരാക്കാൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആദ്യത്തെ സ്പെഷ്യൽ ട്രൈബ്യൂണലിൽ ചോദ്യം ചെയ്യേണ്ടത് ആരെയാണ്? കർദിനാൾ ജോർജ് ആലഞ്ചേരിയുടെ. എന്റെ അഭിപ്രായം ഇത് തന്നെയാണ്. അച്ഛനെ ഞങ്ങൾ ഇവിടുന്ന് വിടൂല. എന്ത് വന്നാലും ഞങ്ങൾ അച്ഛനെ ഈ ഇടവകയെന്ന് വിടൂല. എവിടം വരെ കയറേണ്ടി വന്നാലും ഞങ്ങൾ കയറി തന്നെ ചെയ്യും. അച്ഛന് ഞങ്ങളുടെ വികാരി അച്ഛൻ ഈ പള്ളിയിൽ നിന്ന് വിടുന്ന പ്രശ്നമേ ഇല്ല. ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് അച്ഛനെ സ്വീകരിക്കും. കാരണം ഈ പ്രശ്നം വന്നിരിക്കുന്നത് ആലഞ്ചേരി പിതാവ് സ്ഥലം വിറ്റ് പണം വിതറുന്നത് കൊണ്ടാണ് ഈ സിനഡ് ഉണ്ടായത്. ഈ ജനങ്ങളൊക്കെ ഈ പണത്തിന്റെ പുറകെ പോയതുകൊണ്ടാണ് ഇത് ഈ സിനഡ് എന്ന് പറഞ്ഞാൽ ഇത് പള്ളി കുർബാനയുടെ പ്രശ്നമല്ല പറഞ്ഞതുപോലെ തന്നെ അതിലെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ്. കുറെ പൈസകളൊക്കെ വാരി വിതറുന്നുണ്ട്, ലക്ഷങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ കൊണ്ടാണ് ജനങ്ങൾ സിനഡെന്നും പറഞ്ഞ് പുറപ്പെട്ടേക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ പള്ളിയിൽ ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് തന്നെ ഇരിക്കും. എന്ത് പ്രശ്നം വന്നാലും ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ടിരിക്കും. എവിടെ കയറേണ്ടോ ഞാൻ കയറുകയും ചെയ്യും. അത്ര ഉറപ്പുണ്ട്. ഒരു ചുക്കും സംഭവിക്കില്ല. ഇവിടെ ഒരു ചുക്കും സംഭവിക്കില്ല. ഞാൻ പറയുമ്പോൾ ഈ സ്പെഷ്യൽ ട്രൈബ്യൂണലിന്റെ ഹെഡായിട്ട് പ്രസിഡന്റായിട്ട് വെച്ചിരിക്കുന്നത് CMI സഭ ധർമാനം കോളേജിൽ നിന്നും പ്രത്യേക അതായത് അധാർമികമായ പ്രവർത്തനത്തിന് പുറത്താക്കിയ പാമ്പാറ എന്ന് പറഞ്ഞ വൈദികനെയാണ്. അദ്ദേഹം നമ്മൾ എറണാകുളമായ അതിലൂടെ ശത്രുപക്ഷത്തെ നിർത്തിക്കൊണ്ട് അദ്ദേഹം എന്തുമാത്രം എഴുതി കൂട്ടി, അദ്ദേഹം എന്തുമാത്രം യൂട്യൂബിൽ സംസാരിച്ചു. എന്നിട്ട് ആ ശത്രുവിനെ തന്നെ ഹെഡാക്കി വെച്ചിരിക്കുമ്പോൾ ഈ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ പിതാവിന്റെ ഉദ്ദേശം എന്താണ്? ഇത് എന്ത് ഉദ്ദേശിച്ചു? നമ്മൾ കാര്യം ചെയ്യുമ്പോൾ ഉദ്ദേശശുദ്ധി വേണ്ടേ? ഒരു ഉദ്ദേശശുദ്ധി ഇല്ലാതെ ഇവരുടെ സ്ഥിരമായിട്ടുള്ള ലക്ഷ്യസാധ്യതയ്ക്ക് വേണ്ടി എന്താ ധാർമ്മികതയും ചെയ്യുന്ന ഇത്തരം ട്രൈബ്യൂണലുകളെ നമ്മൾ പുല്ല് വില കൊടുക്കില്ല. തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയമില്ലേ? ഞങ്ങൾ ഭയപ്പെടുന്നില്ല. ക്രിസ്തു ഇവിടെ വന്ന് ഭയപ്പെട്ടിരുന്നെങ്കിൽ ഇന്ന് ഞാനും നിങ്ങളും ഈ തൃപ്പൂണിത്തറ സെന്റ് മേരീസിന്റെ ഈ കോമ്പൗണ്ടിൽ ഇരിക്കില്ലായിരുന്നു. ക്രിസ്തു സത്യത്തിന് വേണ്ടി നിലകൊണ്ടു, നീതിക്ക് വേണ്ടി നിലകൊണ്ടു, കുരിശിൽ മരിച്ചു. ഞങ്ങളും അച്ഛന്മാരെല്ലാം ഒരു കുരിശിൽ മരിക്കാൻ തയ്യാറായിട്ടാണ് ഞങ്ങളുടെ പോക്ക്. ഇനി ഞങ്ങൾക്ക് ചെറുതുള്ളട്ട സത്യവും നീതിക്ക് വേണ്ടിയിട്ട് മരണം വരെ ഞങ്ങൾ പോരാടും. ഞങ്ങൾ പോരാട്ടത്തിന്റെ പാതയിലാണ്, അഗ്നിപാതയിലാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരു ദിവസമാണിന്ന്. ഇനിയുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ പോരാടും. ഞങ്ങളുടെ വിശ്വാസികൾ ഏറ്റെടുത്തു കഴിഞ്ഞു. നമ്മൾ ഓരോ ഇടവകയും ഏറ്റെടുത്തു കഴിഞ്ഞു. ഇവിടെ നടക്കുന്ന ഈ ക്രിമിനൽ കൂരിയ ആരാണെന്ന് വിശ്വാസികൾക്ക് അറിയാം. അതുകൊണ്ട് ഇനി ഈ കൂരിയ സഭാസ്നേഹികൾ എന്ന് വിശേഷിപ്പിക്കരുത്. ഇവർ ഉദ്ദേശിക്കുന്ന സഭാസ്നേഹി ഇന്നത്തെ കോമയിലിട്ടാൽ മതി. ഞങ്ങൾ സഭയെ സ്നേഹിക്കുന്നത് ക്രൂശിതനായ ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുന്ന ക്രൈസ്തവരാണ്. ഞങ്ങൾ അതാണ് ഞങ്ങൾ പറയുന്നത്. അതുകൊണ്ട് മുന്നോട്ട് പോകണം. പ്രിയമുള്ളവരെ, നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്ത് വരട്ടെ,
അധികാരം അവരുടെ കയ്യിലാണ്. അധികാരികൾക്ക് എന്ന് വേണ്ട, പക്ഷേ അധികാരം അധികം നാൾ മുന്നോട്ട് പോകുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം അത് ക്രിസ്തു കൊടുക്കുന്ന അധികാരം പൈശാചികമായിട്ടുള്ള അധികാരമാണത്. ഇത് പൈശാചികമായിട്ടുള്ള അധികാരം. കാരണം ഒരു തീരുമാനമെടുത്ത് മാർപ്പാപ്പയുടെ പേരിൽ കെട്ടിവെച്ചിട്ട് ഇപ്പോൾ പറയാ അത് മാർപ്പാപ്പയുടെ പേരിൽ പ്രശ്നമാകും. ഇത് ശരിയുടെ ഇതൊരു ദുരഭിമാന കൊലയായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് 35 രൂപതകൾക്ക് വേണ്ടി എറണാകുളം എന്നുള്ള ഈ രൂപതയെ ദുരഭിമാനത്തിന്റെ പേരിൽ കൊല ചെയ്യാൻ പോകുന്ന ഇവരുടെ ഒരു തീരുമാനവും ഞങ്ങൾ ഇനി സ്വീകരിക്കില്ല. നിങ്ങളുടെ ദുരഭിമാനം നിങ്ങൾ വരുത്തി വെച്ച വിനയാണ്. ആ വിനയ്ക്ക് ഞങ്ങൾ കൂട്ടില്ല. ഞങ്ങൾ ക്രിസ്തുവിനോടൊപ്പം ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ ഞങ്ങൾക്ക് നൽകിയ ആ ധീരമായിട്ടുള്ള മാതൃകയ്ക്കൊപ്പം ഞങ്ങൾ മുന്നോട്ട് പോവുക. ഞങ്ങളുടെ വിശ്വാസികൾ ഞങ്ങളുടെ കൂടെയുണ്ട്, ഞങ്ങളുടെ പള്ളികൾ ഞങ്ങളുടെ ഒപ്പം ഉണ്ട് എന്നുറക്കെ പ്രഖ്യാപിക്കുന്ന വിശ്വാസ ഗണം അതുകൊണ്ടാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. അതുകൊണ്ട് ഒറ്റക്കെട്ടായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം ധൈര്യത്തോടെ. യേശു, ക്രൂശിതനായ യേശു നമ്മുടെ കൂടെയുണ്ട്. ഞാൻ അച്ഛനായപ്പോൾ ഞാനും കണ്ണാമൂരിലെ ചില ഗോട്ടൻ ചിലപ്പടി മംഗലാപുരത്തിൽ പഠിച്ച അച്ഛന്മാരും കോപ്പർനിക്കോളസിനെ ഇവര് മതനിന്ദയും ദൈവനിന്ദയും ആരോപിച്ച് പല ശിക്ഷാവിധികൾക്കിടയാക്കി. അതുപോലെ തന്നെ ഒരു പെൺകുട്ടികളെ തന്നെ ഒരു യുദ്ധത്തിൽ പങ്കെടുക്കാൻ പാടില്ല അന്ന് പുറപ്പെടുവിച്ച സർക്കുലർ 6/24 പ്രകാരവും അതിനുശേഷമുള്ള സേനാനന്ദ സർക്കുലർ പ്രകാരം എല്ലാ ഞായറാഴ്ചകളിലും കടപ്പെട്ട ദിവസങ്ങളിലും ഒരു അറിയിക്കുവാൻ ഞങ്ങളുടെ വികാരത്തിൽ തയ്യാറായിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ സമാധാനപരമായ അന്തരീക്ഷ കാര്യങ്ങൾ നടന്നുകൊണ്ടുള്ളതാണ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മുടെ അതിരൂപതയിലെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളെ കുറിച്ചൊക്കെ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുള്ളതിനാൽ നമ്മുടെ 4 വൈദികർക്കെതിരെ മെത്രാനും കുരിയ അംഗങ്ങളും ചില നീക്കുപോക്കുകൾ നടത്തിയിട്ടുള്ളതിനാൽ ഈ അതിരൂപതയുടെ ചരിത്രം എന്നത് എക്കാലത്തും ബഹുമാനപ്പെട്ട വൈദികരോട് ഒത്തുചേർന്ന് നിന്ന് ഈ അതിരൂപതയുടെ സന്തോഷത്തിലും ദുഃഖത്തിലും തോളോട് തോൾ ചേർന്ന് നിന്നിട്ടുള്ളവരാണ് ആത്മായ സഹോദരങ്ങള്. ഇവിടെ അധ്യക്ഷ പ്രസംഗത്തില് ബഹുമാനപ്പെട്ട മുണ്ടാടനച്ചൻ പറഞ്ഞു, സത്യവും നീതിയും സംരക്ഷിക്കുവാൻ മരണത്തെ പുൽകാനും ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞു. ഏറെ സ്നേഹമുള്ള വൈദികരെ, നിങ്ങൾക്കൊരു മരണത്തെയും വിട്ടുകൊടുക്കുവാൻ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ 5 ലക്ഷം വിശ്വാസികൾക്ക് മനസ്സില്ല എന്ന് നിങ്ങൾ ദൃഢപ്രതിജ്ഞ എടുത്തു. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഈ അതിരൂപതയിലെ 5 ലക്ഷം വിശ്വാസികളും പാറ പോലെ ഏതൊക്കെ പ്രതിസന്ധി ഉണ്ടായാലും ഈ വൈദിക സമൂഹത്തിന്റെ കൂടെ ഉണ്ടാവുമെന്ന് ഈ കൊറോണ ദേവാലയം സാക്ഷി നിർത്തി ഞങ്ങൾ ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. അതേത് പ്രോത്സാഹനമല്ല, ഏത് തിരുട്ട് കുര്യാദങ്ങളല്ല, ഏതൊക്കെ പ്രതിസന്ധികളെ ആരൊക്കെ വന്നു വീണാലും ജയിൽവാസം ഉൾപ്പെടെ ഞങ്ങളുടെ കുടുംബാംഗങ്ങള് ഈ വൈദികരെയും നമ്മുടെ ദേവാലയങ്ങളെയും നമ്മുടെ സ്വത്തുക്കളെ സംരക്ഷിക്കുവാൻ എന്നും കൂടെ ഉണ്ടാകുമെന്നുള്ള ഉറപ്പാണ് നമുക്ക് ഈ അവസരത്തില് നമ്മുടെ ബഹുമാനപ്പെട്ട വൈദികർക്കുള്ളത്. ഏറെ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് ഇപ്പോൾ 4 വൈദികർ കടന്നു പോകുന്നത്. ഒരു അൽമായ എന്ന നിലയിൽ എനിക്ക് ഏറെ സന്തോഷമുള്ളത് അവരായിരിക്കുന്ന 4 ഇടവകയിലെയും വിശ്വാസികള് ആ വൈദികരെ അവരുടെ പ്രതിസന്ധി ഘട്ടത്തില് ഒരുമിച്ച് ചേർന്ന് നിർത്തിക്കൊണ്ട് ഏത് പ്രതിസന്ധിയെ നേരിടുവാൻ ഉറപ്പായിട്ടും ഈ അതാരയിലെ വിശ്വാസ സമൂഹങ്ങൾ ഇന്ന് അതിന് തീരുമാനമെടുക്കുന്നതിന് ആദ്യ മീറ്റിംഗ് ഇവിടെ ആരംഭിക്കുമ്പോൾ തുടർന്ന് അങ്ങോട്ടുള്ള പ്രയാണത്തില് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും എന്തൊക്കെ ഉണ്ടായാലും നമുക്ക് അതിരൂപതയുടെ വിശ്വാസികള് ഏത് പ്രതിസന്ധി ഉണ്ടായാലും അതിരൂപതയ്ക്കും ആ അതിരൂപതയിലെ വൈദികരുടെ കൂടെയും
അവരെന്നും ഉണ്ടാകുമെന്നുള്ളതാണ്. തമ്പുരാൻ കൂടെയുണ്ടെന്നുള്ള ബോധ്യത്തോടു കൂടി ഏത് പ്രതിസന്ധി ഘട്ടത്തെയും നമുക്ക് ഒറ്റക്കെട്ടായിട്ട് ചേർത്ത് തോൽപ്പിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ആ ഒറ്റക്കെട്ട് കൂടുതൽ ശക്തിയോടെ കൂടുതൽ ബലവത്തായിട്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങള് എല്ലാവരും നമ്മള് ഒറ്റക്കെട്ടാണെന്നുള്ള ബോധ്യത്തോടു കൂടിയുള്ള പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുവാൻ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആഗതമായിരിക്കുന്ന ക്രിസ്മസിന് പോലും പ്രതിസന്ധികളുണ്ടെങ്കിലും ആ പ്രതിസന്ധി ഘട്ടത്തില് നമ്മുടെ ചാരെ നമുക്ക് ശക്തി പകരുവാനായി തമ്പുരാൻ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ആ ഉറച്ച ബോധ്യത്തോടുകൂടി നമുക്ക് മുന്നേറാം. എല്ലാവിധ ആശംസകളും എല്ലാവരുടെയും ഒറ്റക്കെട്ടായിട്ടുള്ള ആ മുന്നേറ്റത്തിലൂടെ മുന്നോട്ട് നീങ്ങുവാൻ സർവേശ്വരൻ നമുക്ക് ശക്തി നൽകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നിർത്തുന്നു. നന്ദി, നിൽക്കുന്ന വളരെ കുറച്ചുപേരും കഷ്ടിച്ച് പട്ടവന്നിട്ടുണ്ട്. അവരുമായി ഈ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ജോഷി അച്ഛൻ 6 വട്ടം ചർച്ച നടത്തി. ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടല്ലേ, ഞാൻ 6 വട്ടം ചർച്ച നടത്തി എന്നാണ് പറയാം. ഈ അതിരൂപതയിൽ ഇത്രമാത്രം വലിയ പ്രതിസന്ധി ഉണ്ടായിട്ട് ബോസ്കോ പുത്തൂർ എന്ന് പറയുന്ന മെത്രാൻ ഈ വൈദികരുമായിട്ട് ഇതുവരെ 6 വട്ടം ചർച്ച നടത്തിയിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ബോസ്കോ പുത്തൂർ എന്ന് പറയുന്ന മെത്രാൻ ഈ വൈദികരുമായിട്ട് ഇതുവരെ 6 വട്ടം ചർച്ച നടത്തിയിട്ടില്ല. ആ സ്ഥാനത്താണ് ഈ ഇടവകയിലെ വികാരി അച്ഛൻ ഈ ഇടവകയിൽ എതിർഭാഗത്ത് നിൽക്കുന്നു എന്ന് കരുതുന്നവരെ വിളിച്ചുകൂട്ടി 6 വട്ടം ചർച്ച നടത്തിയത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, എന്തുമാത്രം വലിയ വിശാല മനസ്കതയാണ്. പുതിയ കൂരിയ, പുതിയ ചാൻസലർ, പുതിയ വികാരി ജനറൽ സകലരും ഉണ്ടായിട്ട് ഇന്നുവരെ ഒരു വൈദികരെ അതിനകത്തേക്ക് കയറ്റുന്നില്ല. ബിഷപ്പ് ഹൗസിനകത്ത് ഒരു വൈദികരെ കയറ്റുന്നില്ല. കഴിഞ്ഞ ദിവസം നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു വൈദികൻ ചെറിയച്ഛൻ ക്രിസ്മസ് ഒക്കെ അല്ലേ പുതിയൊരു ഉടുപ്പ് തയ്പ്പിച്ചേക്കാണെന്ന് വിചാരിച്ച് ഉടുപ്പ് തയ്ക്കാൻ അളവ് കൊടുക്കുന്ന സ്ഥലം ഈ ബിഷപ്പ് ഹൗസിനകത്താ. ഉടുപ്പ് തയ്ക്കാൻ വേണ്ടി വാതുക്കെ ചെന്നപ്പോ പോലീസുകാർ തടഞ്ഞു. തയ്ക്കാൻ പറ്റിയല്ല, ഉടുപ്പ് തയ്ക്കാൻ പറ്റൂല. അതെന്താ കാര്യം? അല്ലല്ല, അച്ഛന്മാരെ കയറ്റാൻ പറ്റൂല. പിന്നെ എന്തിനാ ബിഷപ്പ് ഹൗസ്? അപ്പോ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ വന്നു. അച്ഛൻ പറഞ്ഞു, ദാ നോക്ക്, എന്റെ ID കാർഡാണിത്. ഈ ID കാർഡിനകത്ത് പെർമനന്റ് അഡ്രസ് മേജർ ആർച്ച് ബിഷപ്പ് ഹൗസ് ആണ്, എന്റെ വീടാണ്. എനിക്കൊരു ഉടുപ്പ് തയ്ക്കണം, ക്രിസ്മസ് ആണ്. ഒന്ന് അളവെടുത്താൽ മതി, ഇല്ലെങ്കിൽ അയാളോട് പുറത്തു വന്ന് അളവെടുക്കാൻ പറ. ആ വൈദികൻ അകത്ത് പോയി മെത്രാനോട് ചോദിച്ചിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ആ പോലീസുകാരൻ അകത്ത് പോയി മെത്രാനോട് ചോദിച്ചിട്ട് തിരിച്ചു വന്ന് പറഞ്ഞു, സോറി, വൈദികർക്ക് പ്രവേശനം. അപ്പോഴാണ് കഴിഞ്ഞ ദിവസം പുതിയൊരു കത്ത് വായിച്ചത്. ഡിസംബർ 23-ാം തീയതി എറണാകുളത്തുള്ള എല്ലാ മഠത്തിലെയും കന്യാസ്ത്രീമാർക്ക് ബിഷപ്പിനെ സന്ദർശിച്ച് ക്രിസ്മസ് ആചരിക്കാൻ സൗകര്യം ഉണ്ടാവും. വൈദികർക്ക് പ്രവേശനമില്ല. കന്യാസ്ത്രീമാർക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു ആശംസ സ്വീകരിച്ചേക്കാം. അപ്പൊ കഴിയുമെങ്കിൽ എല്ലാ മഠത്തിൽ നിന്നും 2 പേരെങ്കിലും വന്ന് ആശംസ അർപ്പിക്കാൻ ശ്രമിക്കാം. എന്താല്ലേ നമ്മൾ എന്തെല്ലാം കാണണമെന്ന് ആലോചിച്ചു. ഞാൻ പറഞ്ഞത്, ഇതിനകത്ത് ഇപ്പോഴത്തെ സാഹചര്യം നിങ്ങളൊന്ന് വിലയിരുത്തണം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പരിശുദ്ധ കുർബാനയെ സംബന്ധിച്ചൊരു തർക്കം നിലവിലില്ല. നിലവിലുണ്ട് എന്നുള്ളത് നമ്മളുടെ ഒരു അസംഷനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ജൂലൈ 1-ന് മേജർ ആർച്ച് ബിഷപ്പും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററും കൂടി ഒപ്പിട്ട് ഒരു സർക്കുലർ പുറത്തിറക്കി, ഒരു അറിയിപ്പ് പുറത്തിറക്കി. ആ അറിയിപ്പ് പ്രകാരം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പള്ളികളിൽ ഞായറാഴ്ചകളിൽ ഒരു സിനഡ് കുർബാന അർപ്പിക്കുന്ന പള്ളികളിൽ നിലവിലുള്ള രീതികൾ തുടരാവുന്നതാണ്. അതാണ് അറിയിപ്പ്. അതിലെ വാചകം എങ്ങനെയാണ്? നിലവിലുള്ള രീതികൾ തുടരാവുന്നതാണ്. അങ്ങനെ നിലവിലുള്ള രീതി എന്ന് പറഞ്ഞാൽ ഇവിടെ 7 മണിക്ക് കുർബാനയുണ്ടോ, 5:30 കുർബാനയുണ്ടോ, വൈകിട്ട് 5 മണിക്ക് കുർബാനയുണ്ടോ, രാവിലെ 9:00 കുർബാനയുണ്ടോ, ഏതൊക്കെ സമയത്താണോ കുർബാനകൾ, ഏതെല്ലാം രീതികളാണോ ഇവിടെ തുടരുന്നത്, ആ രീതികളെല്ലാം തുടരാം. ഒരു കണ്ടീഷൻ, ഒരു സിനഡ് കുർബാനയാണ്. അച്ഛന്റെ വോയിസ് ക്ലിപ്പിൽ, വികാരി അച്ഛന്റെ വോയിസ് ക്ലിപ്പിൽ പറയാ, ഞാൻ ഒരു സിനഡ് കുർബാന അർപ്പിക്കാൻ തയ്യാറാണെന്ന് തുടക്കം മുതലേ പറഞ്ഞതാണ്. മേജർ ആർച്ച് ബിഷപ്പും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററും ഒപ്പിട്ട കടലാസ് അനുസരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ ഒരു വൈദികനെ
ശിക്ഷാ നടപടികളെടുത്ത് പുറത്താക്കുന്നത് എവിടുത്തെ ന്യായമാണെന്നാണ് നമ്മൾ ചോദിക്കുക. ആ വൈദികനെതിരെയാണ് ശിക്ഷാ നടപടി ഉണ്ടെന്ന് പറയുന്നത്. ആ വൈദികന്റെ തലയിലാണ് പുതിയ അഡ്മിനിസ്ട്രേറ്ററെ കൊണ്ടുവന്ന് വെക്കുന്നതെന്ന് പറയുന്നത്. അനുസരിക്കുന്നത് കുറ്റമാകുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്നവരാണ് നമ്മൾ. അനുസരിക്കുന്നത് കുറ്റമായി പോകുന്നു. നിലവിലുള്ള രീതി തുടരാവുന്നതാണെന്ന് കൃത്യമായി മേഖലാർച്ച് ബിഷപ്പ് പറഞ്ഞിരിക്കെ ഈ ഇടവകയിലെ ചില സിനഡ് കൂടികളുടെ അഭ്യർത്ഥന മാനിച്ച് നിലവിലുള്ള രീതിയെ മാറ്റിക്കൊണ്ട് നിലവിലുള്ള രീതിയിലുള്ള ഒരു ഷെഡ്യൂൾഡ് കുർബാന പോലും എല്ലാം തയ്യാറാണെന്ന് പറഞ്ഞയാളാണ് വികാരിയച്ഛൻ. ആ വികാരിയച്ഛനെ ആഘോഷിക്കാൻ പറ്റുന്നത്. ആ വികാരിയച്ഛനെതിരെയാണ് നടപടികൾ എടുക്കാൻ പോകുന്നത്. ഇത് കലിയുഗത്തിന്റെ കാലമല്ല എന്ന മിത്രാനെയും ഈ ക്രിമിനൽ കൂലിയെയും ഓർമ്മിപ്പിക്കാൻ ഈ സദസ് മുന്നിട്ടിറങ്ങുകയാണ്. അത്തരമൊരു കാലമല്ല, അടിമത്തത്തിന്റെ കാലമല്ല. അടിമത്തത്തിന്റെ ബന്ധനങ്ങളിൽ നിന്ന് മോചനം തന്ന ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണ് നമ്മൾ. ആ ബോധ്യത്തിനകത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. നിലവിലുള്ള രീതി തുടരാൻ ഇത് കുർബാനയിലുള്ള ഒരു പ്രശ്നമല്ല. കുർബാനയിൽ മേജർ ആർച്ച് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ പറഞ്ഞ കാര്യം നമ്മൾ ചെയ്യുന്നുണ്ട്. കുർബാനയുടെ പ്രശ്നം കുർബാന പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ് ഞാൻ വായിച്ചത്. വിശുദ്ധ കുർബാന സ്വീകരണം ഉൾപ്പെടെയുള്ള ഭാഗം വൈദികൻ ജനങ്ങൾ നിൽക്കുന്ന അതേ ദിശയിൽ നിന്ന് വൈദികൻ പൂർത്തീകരിക്കണമെന്നാണ്. അതെങ്ങനെ ചെയ്യാൻ പറ്റുന്നത്? ഞങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് ചോദിക്കുക. ഇതെങ്ങനെ ചെയ്യാൻ പറ്റും നമുക്ക് മനസ്സിലാവില്ല. ഞാൻ പറയുന്നത് അത്രമാത്രം അബദ്ധങ്ങൾ നിറഞ്ഞൊരു പുസ്തകമാണ്. ആ പുസ്തകത്തിൽ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ അല്ല. ഒരു കാര്യം ആലോചിച്ച് നോക്കണം. അതായത് ഈ അതിരൂപതയിൽ നിന്ന് ഏറ്റവും മോശപ്പെട്ട, ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ കേട്ട, അതായത് ക്രിമിനൽ എന്ന് ബാക്കിയുള്ളവർ കാണുന്ന ആളുകളെ തെരഞ്ഞു പിടിച്ച് സ്ഥാനങ്ങളിൽ ഇരുത്തുന്നു എന്ന് പറയുന്നത് ഈ സഭയ്ക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്താണ്? അതേ ഭൂമി കുംഭകോണത്തിൽ കയ്യാളുകളായിരുന്ന പിടിയാളുകളായിരുന്ന ക്രിമിനലുകളെ കുത്തിമറച്ച് പുതിയൊരു കൂലിയെ ഉണ്ടാക്കിയിരിക്കുന്നു. 14 ക്രിമിനൽ കേസിൽ പ്രതിയായിട്ടുള്ള ഒരാൾ കൂലിയാകുന്നു. സഭ സ്വന്തമായി അദ്ദേഹം ഇതിനു മുമ്പ് ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് നൈപുണ്യ സ്കൂൾ ചേർത്തലയിലെ കെട്ടിടപ്പണി, നൈപുണ്യ സ്കൂളിൽ ചേർത്തലയിൽ ഒരു കെട്ടിടപ്പണി ഏർപ്പാടാക്കി. കെട്ടിടപ്പണിയുടെ ആകെ ബിൽ തുക 8 കോടി രൂപ. ആ ബില്ലിന്റെ തുകയിലെന്തോ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞ് പരാതി വന്നു. പരാതി വന്നപ്പോ ഒരു എഞ്ചിനീയറെ അത് അന്വേഷിക്കാൻ നിയമിച്ചു. ആ എഞ്ചിനീയർ പോയത് അന്വേഷിച്ചു. എഞ്ചിനീയർ അടങ്ങുന്ന കമ്മിറ്റിയിൽ പോയി അന്വേഷിച്ചു. അന്വേഷിച്ചപ്പോ എഞ്ചിനീയർ കണ്ടെത്തിയത് 8 കോടി രൂപയിൽ 4 കോടി രൂപ വെട്ടിപ്പറഞ്ഞു. പകുതിക്ക് പകുതി. 4 കോടിയെ കൊടുക്കാനും 8 കോടി കൊടുത്തു. അങ്ങനെ സഭ അന്വേഷിച്ച് കണ്ടെത്തിയ ഒരു ചാൻസലറിനെ പിടിച്ച് നമ്മുടെ സഭയുടെ ഔദ്യോഗിക നോട്ടറിയാക്കിയിരിക്കും. എന്താ നോട്ടറി അറിയാമോ? നോട്ടറിക്ക് ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? സഭയുടെ ഔദ്യോഗിക രേഖകൾ സൂക്ഷിക്കുന്ന കാര്യാലയത്തിന്റെ ഉടമസ്ഥനാണ് പ്രതിയാളയാൾ. ആ കേസിന്റെ മുഴുവൻ ഡോക്യുമെന്റ്സിന്റെയും സൂക്ഷിപ്പുകാരനായി മാറിയിരിക്കുന്നു. മുഴുവൻ രേഖകളുടെയും സൂക്ഷിപ്പുകാരൻ അദ്ദേഹമാണ്. അങ്ങനെ ഒരു ക്രിമിനൽ സംഘത്തെ അദ്ദേഹം പോയിടത്ത് മുഴുവനും അദ്ദേഹത്തിന്റെ സെക്രട്ടറി ആയിരുന്ന ആളെ അദ്ദേഹം ഇങ്ങോട്ട് എറണാകുളത്തേക്ക് മാറിയിട്ട് എറണാകുളത്ത് സെക്രട്ടറിയായിട്ട് കൊണ്ടുവന്നു. പിന്നെ മിസ്ത്രി എല്ലാ തരത്തിലും ഏതൊക്കെ തരത്തിൽ വൃത്തികേടുകൾ എവിടെയൊക്കെ ചെയ്തിട്ടുണ്ടോ. അതുകൊണ്ട് ഇനി നമ്മൾ കൊടുക്കുന്ന സന്ദേശം എന്താണ്? ഇവർ ഈ പറയുന്ന കാനലോയും അധികാരമൊക്കെ ഇല്ലേ, അത് പാലിക്കുന്നിടത്ത് മാത്രമേ അതിന് വിലയുള്ളൂ. ഇല്ലെങ്കിൽ കടലാസിന്റെ വിലയാണ്. ശരിയല്ലേ? കടലാസിന്റെ വിലയാണ്. അതിനെ നമ്മൾ നിരാകരിക്കുന്നു പൂർണ്ണമായി. അവരെന്ത് വേണം ചെയ്യട്ടെ? അവരുടെ കയ്യിൽ ഒരു കമ്പ്യൂട്ടറും പ്രിന്ററും ഉണ്ടെങ്കിൽ അവർക്ക് എല്ലാ ദിവസവും സർക്കുലർ ഇറക്കാം. ലെറ്റ് ഇറ്റ് കം. ഇത് ചോദിക്കുമ്പോഴാണ് നിങ്ങൾ സഭാസ്നേഹിയല്ല എന്ന് പറയുന്നത് ഓർക്കണം. ചെറുതല്ല. ഇന്ന് അതേ ജോഷി കുടുംബ ഒരു സർക്കുലർ പുറത്താക്കിയിരിക്കുന്നു. തൃപ്പൂണിത്തുറയിൽ പാലാരിവട്ടത്ത് മാതാനഗറിൽ ഉണ്ടാകുന്ന യോഗങ്ങളിൽ പങ്കെടുക്കരുത് എന്നാണ്. ഇത് പേടിയുണ്ടോ? പേടിയുണ്ടോ? പേടിയുണ്ടോ?
സാധിക്കുന്നവരൊക്കെ ഇതിന്റെ കോപ്പി എടുത്തിട്ട് പോകണമെങ്കിൽ ചവിട്ടോടെ ഞാൻ പറഞ്ഞത് ഇതുമാത്രം വൃത്തികേടുകൾ നമ്മൾ ചേർത്ത് പിടിക്കുന്നത്. ഇന്നലെ രാത്രിയാണ് വൈകിട്ട് ഈ 4 അച്ഛന്മാർക്ക് കിട്ടിയ നോട്ടീസിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ യോഗം നടന്നത്. 10 അച്ഛന്മാർ പറയുന്നു ഒരു വൈദികനെ ഇവിടെ കുർബാന ചെല്ലാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ആ വൈദികനോടൊപ്പം ഞങ്ങൾ ഒന്ന് കുർബാന അർപ്പിക്കാം, ഞങ്ങൾക്കെതിരെ നോട്ടീസ് വരട്ടെ. പള്ളിമുറ്റത്ത് കിടന്ന് പറഞ്ഞ ആളുകളുണ്ട്. പിറ്റേ ദിവസം വെളുപ്പിനെ മുതൽ ഈ പള്ളിയുടെ ഗേറ്റിൽ കാത്തു നിന്നവരുണ്ട്. 11:30 ഉള്ളൂ എന്നൊക്കെ പറഞ്ഞെങ്കിലും വെളുതെ വന്നാലും എന്ന് പേടിച്ച് കാത്തു നിന്നവരുണ്ട്. 11:30 വന്ന് അദ്ദേഹം തിരിച്ചു പോയി മറന്നിട്ടും അന്ന് രാത്രി 10 മണി കഴിഞ്ഞു, 10:30 മണി കഴിഞ്ഞു, സ്ത്രീജനങ്ങൾ അടക്കം ഒരു 100 പേർ ഈ പള്ളിമുറ്റത്ത് തിങ്ങി നിൽക്കാണ്. ഒടുവിൽ വികാരി അച്ഛൻ ഇറങ്ങി വന്ന് അവരോട് പറയേണ്ടി വന്നു, ഇനി വേണ്ട, നിങ്ങൾ പൊക്കോ വീട്ടിലേക്കും. അപ്പോഴും അവർ പറയുന്നുണ്ട് 12 മണി വരെ ഇരിക്കാൻ തയ്യാറാണെന്ന്. പ്രിയമുള്ളവരെ, ഇത്രയേറെ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ഇടവക സമൂഹത്തിന്റെ മുമ്പിൽ തലകുനിച്ച് ഞാൻ ആദരവർപ്പിക്കുകയാണ്. വലിയ സ്നേഹത്തോടു കൂടി ആത്മായ മുന്നേറ്റം നിങ്ങളെ ഓർക്കുകയാണ്. വലിയ സ്നേഹത്തോടെ ഓർക്കുകയാണ്. വിശ്വസിച്ചയാളുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അതെ, ഞങ്ങൾ ഈ ഇടവക്കാരാണ്, തൃപ്പൂണിത്തുറ ഇടവക്കാരാ. അച്ഛനെ പറ്റി അച്ഛനെതിരായിട്ട് നടപടികൾ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അച്ഛനെ പറ്റി ഇടവക്കാരുടെ ഒപ്പീനിയൻ? ഞങ്ങളുടെ അച്ഛൻ ഇവിടെ ചാർജ് എടുക്കുന്നതിന് മുന്നേ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഒത്തിരി നടക്കാതിരുന്ന കാര്യങ്ങളും കുടുംബ യൂണിറ്റ് എങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഫൊറോന നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഫൊറോന ഈ ഒരു കാരണം കൊണ്ട് വളരെ താഴേക്ക് വരേണ്ട ഒരു അവസ്ഥയിലായിരുന്നു. പക്ഷെ ജോഷി അച്ഛൻ വന്നേ പിന്നെ എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ സപ്പോർട്ടും അച്ഛന്റെ സപ്പോർട്ടും. അച്ഛൻ ആദ്യം വന്ന ഉടനെ പറഞ്ഞത്, ഞാൻ അതിരൂപതയിലെ പ്രശ്നങ്ങൾ തീർക്കാൻ വന്നതല്ല, ഞാൻ തൃപ്പൂണിത്തുറ ഇടവക ഭരിക്കാനല്ല വാക്കല്ല ഉപയോഗിച്ചത്, ആ ഇടവകേന പ്രശ്നങ്ങൾ നമുക്ക് ഒന്നായി പോകാൻ വേണ്ടി മാത്രം ഞാൻ വന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നോട് സഹകരിക്കുന്ന പോലെ തന്നെ ഞാനും നിങ്ങളോട് സഹകരിക്കും, നമുക്ക് ഒന്നിച്ച് നീങ്ങാം, ഒരുപോലെ പ്രവർത്തിക്കാം, ഒരു കാര്യത്തിനും നമ്മൾക്ക് തടസ്സം നിൽക്കാതെ എങ്ങനെയാണോ വേണ്ടത് നല്ല രീതിയിൽ നമുക്ക് ഒരുമിച്ച് പോകാമെന്നാണ് അച്ഛൻ ആദ്യമായി വന്ന് പറഞ്ഞത്. പക്ഷെ ഇന്നലത്തെ ഈ ഒരു ഇത് എല്ലാവരും, ഈ ഒരു അച്ഛൻ്റെ ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ടായിരുന്നു, അത് കേൾക്കാതെ തന്നെ ഞങ്ങൾ ഇടവക ജനങ്ങൾ എല്ലാവരും ഒരുപോലെ അച്ഛൻ്റെ ഒപ്പം നിൽക്കാനായിട്ട് തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് ഇവിടെ കണ്ടത്. ഇത്രയൊന്നും എല്ലാ ആൾക്കാർ വരേണ്ടത്, ഇതിൽ കൂടുതൽ ആൾക്കാർ വരേണ്ടതാണ്. തീർച്ചയായിട്ടും ജോഷി അച്ഛനെ ഇറങ്ങിയതോടെ ഇവിടെ ഭയങ്കരം എങ്ങനെ ഞങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരണം. ഇന്നലെ അത്യാവശ്യത്തോട് ഞാനും പാരിഷ് കൗൺസിൽ മെമ്പറാണ്. അപ്പം പാരിഷ് കൗൺസിൽ കൂടിയപ്പം പറഞ്ഞത്, നമുക്ക് വേറെ നാളെ ഒത്തിരി ബൈസെന്റനറി ഇയർ ആണ് ഞങ്ങൾക്കിത്. അപ്പൊ അതിന്റെ പ്രോഗ്രാംസ് ഒക്കെ ഇവര് ഓരോ കാര്യങ്ങളും മുടക്കി. പക്ഷെ ജോഷി അച്ഛൻ ഒരു പരിശുദ്ധാത്മാവിന്റെ കൃപയെന്ന് പറയാം, അതുപോലെ അച്ഛൻ അതെല്ലാം ഉയർത്തിക്കൊണ്ടുവന്ന സമയത്താണ് ഞങ്ങൾക്ക് ഞായറാഴ്ച ഇതിന്റെ ഒരു റാലി നടക്കുന്നുണ്ട്. വളരെ നല്ലൊരു പ്രോഗ്രാമാണ് അച്ഛൻ പ്ലാൻ ചെയ്തത്. പക്ഷെ അത് ഞങ്ങൾ വളരെ വിഷമത്തോടെയാണ് ഇന്നലെ ഈ ഒരു മെസ്സേജ് തന്നെയാണ് തൊട്ട് മുന്നേ എല്ലാം വേണ്ടെന്ന് വെച്ചു, കരോൾ ഉൾപ്പെടെ. പക്ഷെ ഇങ്ങനൊരു മെസ്സേജ് കേട്ടപ്പം ഞങ്ങൾ എല്ലാവരും പറഞ്ഞ്, നമുക്ക് ഇതെല്ലാം അച്ഛനെ തിരിച്ചു കൊണ്ടുവരാനോടെ എല്ലാ കാര്യങ്ങളും ഭംഗിയാണ്. ബൈസെന്റനറി ഇയറും വരാനിരിക്കുന്ന ഫെബ്രുവരിയിലെ തിരുനാളും എല്ലാം അച്ഛന്റെ ഒപ്പം കൂടെ നിന്ന് 5 വർഷം ഞങ്ങൾ അച്ഛനെ വിടണ്ടെന്ന് തന്നെ തീരുമാനം ഇടവക്കാരുടെ. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അതാണ് ആവശ്യം, ഞങ്ങൾക്ക് അത് തന്നെ വേണ്ടത്. 5 വർഷം 3 വർഷം കഴിഞ്ഞൊരു വികാരം മാറ്റും, എങ്കിലും ജോഷി അച്ഛനെ ഞങ്ങൾ 5 വർഷം തന്നെ, അതാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. ചുരുങ്ങിയ സമയം കൊണ്ട് ചോദിക്കുന്ന ആളുകൾ കൊണ്ട് അദ്ദേഹം നിങ്ങളുടെ മനസ്സിലിടം പിടിച്ച്, അതാണ് അച്ഛൻ വളരെ